ഇന്ത്യയിലെ മാനേജ്മെന്റ് പരിശീലന രംഗത്ത് അതിശ്രേഷ്ഠമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നായ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സൈം എന്ന മാനേജ്മെന്റ് പരിശീലന സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ പ്രൊഫസർ ജെ. ഫിലിപ്പ്. ജംഷഡ്പൂരിലെ ഈശോ സഭയുടെ സ്ഥാപനമായ XLRIയിൽ ഫാക്കൽറ്റിയായും പിന്നീട് ഡീനായും സേവനം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇതാ 60 വർഷങ്ങൾ പിന്നിടുന്നു. റാഞ്ചി സെയിൽ കോളേജിൽ പ്രിൻസിപ്പൽ സ്റ്റാഫ്, ഒബ്റോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇദ്ദേഹം പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIMന്റെ ഡയറക്ടർ പദവിയിലും എത്തിച്ചേർന്നു. ബാംഗ്ലൂർ IIMനെ മികവിലേക്ക് കൈപിടിച്ചു നയിക്കുന്നതിൽ പ്രൊഫസർ ഫിലിപ്പ് ഏറെ പങ്കുവഹിച്ചു. മാനേജ്മെന്റ് പരിശീലന രംഗത്ത് ശ്രദ്ധേയമായ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും ഗ്രന്ഥങ്ങളും ഇദ്ദേഹം തയ്യാറാക്കി സമൂഹത്തിനു നൽകി. കേരളത്തിലെ വിവിധ രൂപതകളിൽ യുവജനങ്ങൾക്കായി ആരംഭം കുറിച്ച മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളുടെ പിന്നണിയിലും പ്രൊഫസർ ജെ. ഫിലിപ്പിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമാണ്. തികഞ്ഞ ദൈവാശ്രയത്തിലും കത്തോലിക്ക വിശ്വാസബോധ്യങ്ങളിലും ആരംഭം കുറിച്ച തൻ്റെ സൈം എന്ന മാനേജ്മെന്റ് പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ചും ദൈവിക പരിപാലനയെക്കുറിച്ചും പ്രൊഫസർ ജെ. ഫിലിപ്പ് ഹൃദയം തുറന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇന്ത്യൻ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഷേപ്പ് ചെയ്ത ഒരു ട്രൂ വിഷനറി, XIME എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും ബിൽഡറുമായ പ്രൊഫസർ ഫിലിപ്പ്. പ്രൊഫസർ ഫിലിപ്പ്, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു മെറിറ്റ്. ഈ അച്ചീവ്മെൻറ്റ്സിൻ്റെ എല്ലാം പിന്നിലുള്ള യാത്രകൾ, ആളുകൾ, സഹചാരികൾ, ഇതെല്ലാമാണ് നമ്മൾക്കിന്ന് കേൾക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. പ്രൊഫസറിൻ്റെ കുടുംബം, പേരൻസ്, പിള്ളേർ, അവിടെ നമുക്ക് തുടങ്ങാം. I was born in a family called Kapil. അത് പുളിങ്ങതനാണ്. ആക്ച്വലി ദ വില്ലേജിൻ്റെ പേര് പുന്നക്കുന്ന് എന്നാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കാത്തലിക് പ്രൈമറി സ്കൂൾ, Catholic secondary school. Secondary school was particularly a CMI school, and so it had tremendous impact on me. My father, an agriculturist. നമ്മൾ തേങ്ങായും നെല്ലും കൊണ്ടാണ് ജീവിച്ചത്. My brothers all came successfully. 2-3 things I would like to say especially is that whole area was a Catholic place, and so the whole impact and that early childhood is that was one. And secondly, that school, which was a CMI run school, had ഒരു ശക്തിയായ impact had on me. I remember സ്കൂളിലേക്ക് പോകുമ്പോൾ പള്ളി കയറിച്ചാണ് പോകുന്നത്. ഗോവിന്ദ പള്ളി അവിടെ ഉണ്ട്. പള്ളി കയറി പ്രാർത്ഥിച്ചാൽ എന്നും പോകുന്നത്. So that became a routine for all the 8 years I studied there. So this was one. My own family, I married from a family called Kondodikal in Vagathanam. Nilama is my wife's name. I had 3 പിള്ളേരുണ്ടായിരുന്നു. I said I had, കാരണം മൂത്തയാൾ മരിച്ചുപോയി ഒരു ട്രാജിക് ആക്സിഡൻറ്റിൽ. I will come to that much later in greater detail. And the impact of, her name was Maria, the impact of her on me and her death on the whole family. And the other 2 children, second daughter Sheba is married and she's in the US. She's a medical doctor, a pediatrician, quite good at that. And my son, he's the youngest one, Anil, about 50 years now.
He joined us, he was at IBM as a vice president. And from there, recently he moved to Vodafone. He joined as senior vice president. Now he's an executive vice president. For that age, quite successful. By background, he's an engineer and an MBA. And MBA again, one of the prestigious schools, TFI Institute of Management. So that's about the little family. We live in Koramangala in Bangalore. Once in a while I go to my village, Punnakunnam. പോകുമ്പോഴൊക്കെ അവിടെ ഒരു സ്ഥിരം ഒരു റൊട്ടീനുണ്ട് എനിക്ക്. അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ. I always go there and pray at Madhav. And this is a habit I formed. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. എന്നും ഉച്ചയ്ക്ക് ഊണാൻ ബ്രേക്ക് ചെയ്യുമ്പം മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. That still stays with me. So nowadays when I go there at this 84, there are a lot of strange, these children look at me and say, who is this gentleman coming every time he comes home, he visits us. So for them it's a strange sight. But I grew up with Madhav and Madhav was part of my life. പ്രൊഫസർ ഒരു ചെറിയ മലയാളം മീഡിയം സ്കൂളിലാണ് പഠനം തുടങ്ങിയത്. ആ പഠനയാത്ര അവിടുന്ന് ഇന്ത്യയിലെ പല രാജ്യത്തും ഇന്ത്യയുടെ പുറത്തും കൊണ്ടുപോയി. അതിനെപ്പറ്റി നമ്മുടെ കൂടെ ഷെയർ ചെയ്യാമോ? Yeah, true. My primary school was a Malayalam school. Secondary school തുടങ്ങുന്ന ഇംഗ്ലീഷിലാണ്. ബട്ട് 49 എൻ്റെ ഓർമ്മ മലയാളത്തിലേക്ക് പോയി. തിരുവിതാംകൂർ കൊച്ചിയിലെ എഡ്യൂക്കേഷൻ മലയാളത്തിലേക്ക് പോയി സ്കൂളിൽ. സോ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ബാച്ച്. 51 ഞാൻ സ്കൂൾ പാസ്സാകുന്നത്. അപ്പോൾ സാറന്മാരെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നതായതുകൊണ്ട് അവർക്ക് പ്രയാസമായിരുന്നു മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ. സോ വി വെന്റ് ത്രൂ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബോത്ത് ടുഗദർ, ബട്ട് മോസ്റ്റ്ലി ഇംഗ്ലീഷ്. But St. Joseph School, the CMI school, was a fantastic school. It's a great school. Although it is in Pulingodnu, അത് ആ നാട്ടിലുള്ള പിള്ളേരെല്ലാം ചമ്പക്കുളം, മങ്കമ്പ്, തെക്കേക്കര, ചേന്നങ്കരി, കയനകരി, കാവാലം, all those areas, because there are not many schools anywhere around. So St. Joseph's ഒരു great school ആയിരുന്നു. And as I said, the impact of that place was great. അത് കഴിഞ്ഞ് SP കോളേജിൽ പോയി, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി is my mother's house, ഒളശ. It's a very well-known family. Economics ആയിരുന്നു my subjects. അത് കഴിഞ്ഞ് അന്നത്തെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ലോയേ ഉള്ളൂ. എൻജിനീയറിംഗ് അങ്ങോട്ട് വന്നേ ഉള്ളൂ. മെഡിസിൻ just started, medical college just 2 years ago. So when people talk about profession, it was law. So naturally I ended up in the law college after BA. And പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ആക്സിഡൻറ്റ്, മൈ ലൈഫ് വാസ് സീരീസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻക്ലൂഡിങ് മൈ ഡോട്ടേഴ്സ് ഡെത്ത്. ഒരു ജോലിക്ക് പോയി കൽക്കട്ടയിൽ, ആ ജോലി കിട്ടിയില്ല. ബട്ട് കിട്ടിയില്ലെന്നുള്ള പിന്നെ അറിയുന്നത്. ബട്ട് കൽക്കട്ടയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ജംഷഡ്പൂരിൽ പൊക്കളയാം. അവിടെ ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതെല്ലാം അമേരിക്കൻ ജെസ്വിറ്റ്സാണ്. വൺ ഫാദർ മഗ്രാത്ത്, ഗ്രേറ്റ് സോൾ. പുള്ളിയാണ് മീറ്റ് ചെയ്യുന്നത്. ന്യൂയോർക്ക് ഇംഗ്ലീഷാണ്, നമ്മുടെ മലയാളം ഇംഗ്ലീഷാണ്. വി ഹാഡ് പ്രോബ്ലം ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ബട്ട് സംസാരം കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, വൈ ഡോണ്ട് യു ജോയിൻ ഹിയർ, യു സീം ടു ബി എ സ്മാർട്ട് ബോയ്, ജോയിൻ ഹിയർ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്, അൺപ്ലാൻഡ്, ബട്ട് ഐ എം ഷുവർ he has ideas about you, what you should become. അങ്ങനെ ഫാദർ മഗ്രാത്തിൻ്റെ ഇൻസിസ്റ്റൻസിലും പെർസ്വേഷനുമാണ് ഞാൻ XLRI ജോയിൻ ചെയ്യുന്നത്. കൽക്കട്ടയിൽ ജോലി കിട്ടിയിട്ട് ഞാൻ പോയേനെ, ജോലി കിട്ടിയില്ല ഭാഗ്യത്തിന്. സോ അങ്ങനെ XLRI ജോയിൻ ചെയ്തു. XLRI ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരാനിരിക്കുകയായിരുന്നു. പോരുന്ന കാര്യം പറയാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു, ഫാദർ മഗ്രാത്തിനോട് താങ്ക്സൊക്കെ പറയാൻ. ഗ്രേറ്റ് 2 years. അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, നീ പോകണ്ട,
I was surprised. I said, Wanda, don't go. I said, and then he said, come and see me tomorrow. This was July 2. Come and see me tomorrow. So July 3, I walk into his office and he gives me an envelope, a letter. And he said, take it and read it. എടുത്ത് വായിച്ചു. Appointment letter. As a faculty member at XLRI with 300 രൂപ ശമ്പളത്തിൽ. അതാണ് എൻ്റെ ശമ്പളം. Started in 1960, July 3. From there, I used to tell young faculty members, teaching is to learn twice. Until yesterday, I was a student. Suddenly, I became a teacher. Oh, it's highly demanding. And I was very conscientious. നല്ല പോലെ പഠിപ്പിക്കണം. ഞാൻ ലോയൊക്കെ കഴിഞ്ഞ് വെച്ച് പോയതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. But tremendous amount of work, huge amount of work I put in. And I turned out to be a good teacher. I came up. The American Jesuits, there were only American Jesuits, no Indian Jesuit. They were quite happy with me. So 64, 65 IPO, they decided we should go for MBA. I studied HR. MBA തുടങ്ങണം. അതിന് 2 പേര് അമേരിക്കയ്ക്ക് പോയി പഠിക്കണം. So they selected ഒരു ബോസ്റ്റണിൽ നിന്നൊരു ജെസ്യൂറ്റ് ഉണ്ടായിരുന്നു, ഫാദർ കോളിൻസ്. He was picked up to go and do his MBA at the Catholic University, which is called Boston College in Boston. And I was selected to go to Harvard. So ഞാൻ ഹാർവർഡിൽ പഠിക്കാൻ പോയി. അത് September 5, just before Indo-Pakistani war. I think my flight was the last flight which took off. Because then the Pakistanis closed the airspace. Took off to America. അവിടെ ചെന്ന പാടെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കൊരു എഴുത്തെഴുതുന്നത്. I wrote a letter interesting. ഞാൻ പറഞ്ഞ അമ്മേ, ഞാൻ perhaps the best university in the world ആണ്. ദൈവാനുഗ്രഹമാണ്, മാതാവിൻ്റെ അനുഗ്രഹമാണ്. But I remember your prayer when I was a small boy. നമ്മൾ SP കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ അമ്മ റിക്ഷ നിർത്തി താഴെ ഇറങ്ങി കർത്താവിൻ്റെ രൂപത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ മകൻ ഈ കോളേജിൽ പഠിക്കണം, നന്നായി വരണം, പ്രോഗ്രസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ദൈവം അത് കേട്ടു. നോട്ട് ഓൺലി ഐ ഫിനിഷ്ഡ് SP കോളേജ്, നോട്ട് ഓൺലി ലോ, നോട്ട് ഓൺലി XLRI, ഐ ആം അറ്റ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അനുഗ്രഹം ഈസ് സ്റ്റിൽ വിത്ത് മീ ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ സ്റ്റിൽ വിത്ത് മീ. That's my study life. XLRI പഠനം കഴിഞ്ഞ് ആദ്യകാല ജോലിനെ പറ്റി നമ്മുടെ കൂടെ പങ്കിടാവോ? എൻ്റെ ദി അസൈൻമെൻറ്റ് എനിക്ക് തന്നത് തിരിച്ചു വന്നിട്ട് MBA തുടങ്ങണം. ഞാൻ 66 തിരിച്ചു വന്നു. ഒരു ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് പ്രോഗ്രാം ഇൻ ബിസിനസ് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രോഗ്രാം, ഞങ്ങളുടെ പ്രോഗ്രാം. ആൻഡ് 66 ഞങ്ങൾ MBA തുടങ്ങി. ഞാൻ അതിൻ്റെ ഒരു ഫാദറാണ്, ഫൗണ്ടർ ഫാദർ കോളിൻസ് ആൻഡ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബോസ്റ്റോണിയൻ ഫാദർ ഞാനും കൂടെയാണ് MBA തുടങ്ങുന്നത്. വിച്ച് ഹാസ് നൗ മെയ്ഡ് XLRI എ വെരി ഫേമസ്, വെൽ നോൺ മാനേജ്മെൻറ്റ് രംഗത്തെ, കോളേജ് രംഗത്തെ നമ്പർ 1 ആണ് XLRI. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് what I could do for XLRI. So I am a co-founder of that MBA. 5 കൊല്ലം കഴിഞ്ഞു അവിടെ ഇരുന്ന്. 66 മുതൽ 71 വരെ അവിടെ ഇരുന്നപ്പം ഒരു ചെറിയ ഇച്ചിങ് തുടങ്ങി കാലിൽ. I said, look, if I had to, and I decided I'll be a teacher. Decided I'll be in management teaching. But I was convinced I could never be a good teacher without industry experience. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം I get almost an offer
സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് ഒരു ദേ അഡ്വർടൈസ്ഡ് ആൻഡ് അപ്ലൈഡ്. അത് സാധാരണ പതിവാണ്. എനിക്ക് ജോലി കിട്ടി. I joined as the principal of the Management College of Steel Authority. അത് ഇൻഡസ്ട്രി ജോലി ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പോയതാണ്. 8 കൊല്ലം അവിടെ ജോലി ചെയ്തു. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്നെ എടുത്ത ഇറ്റ് വാസ് ഇൻ ബാഡ് ഷേപ്പ്. സോ ദി ചെയർമാൻ ആൻഡ് ദ ഡയറക്ടർ സെഡ് വി നീഡ് somebody new, somebody more dynamic and younger. At that I was when I was leaving 71, I was 35 years. 35 yearsലാണ് സെയിലിൽ പോകുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. 2 കൊല്ലത്തേക്കേ പോയുള്ളൂ. XLR ലീവ് എടുത്തിട്ടാണ് പോയേ. അത് 3 കൊല്ലമാക്കി. എന്നിട്ടും തിരിച്ചു വരാൻ പറ്റാതെ വന്നു. ബിക്കോസ് ഐ വാണ്ടഡ് ടു ബിൽഡ് ദറ്റ് പ്ലേസ് ആൻഡ് ഐ ബിൽറ്റ് ഇറ്റ് ആസ് റിയലി ദ നമ്പർ 1 ഇൻ ദ പബ്ലിക് സെക്ടർ. അപ്പോഴാണ് ഒരു ഓഫർ വരുന്നത് ഓബറോയിൽ നിന്ന്. Oberoi Group of Hotels, which is a very prestigious group and it's a global one. അവർ ഒരു വൈസ് പ്രസിഡൻറ്റ് HR-നെ വേണം. ആൻഡ് എൻ്റെ പേര് പലരൊക്കെ റെക്കമെൻഡ് ചെയ്തു, ഞങ്ങളെ വന്ന് കാണാമോ. അപ്പം ഞാൻ കൂടെ ഡൽഹി പോകും. സെയിലിൻ്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം ഞാൻ വന്ന് കാണാം. പോയി കണ്ടു. വൈസ് ചെയർമാൻ PRS ഓബറോയെ കാണുന്നത്. പുള്ളി കണ്ട് 2 മിനിറ്റ് സംസാരിച്ച് എന്നോട് ചോദിച്ചു, എന്നാ വരുന്നേ, വെൻ ക്യാൻ യു ജോയിൻ? I said, I haven't come to join or even take a job here. Oh really? I said, yes, because you invited me. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടു കളയാം, സംസാരിക്കാം. Then I'll think it over. No, we want you. സോ അപ്പം ഞാനൊരു പ്രോഗ്രാം മാനിലയിൽ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്ന പാടെയായി നടക്കുന്നത് സെയിലിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയച്ചു വന്നതാണ്, ഉടനെ പോരുന്ന മര്യാദയല്ലോ. I can join maybe later. So he said, when can you join? It's July. So he asked me, when can you? I can join January 18. And I was surprised. He said, we'll wait for you. 6 months he waited for me. അങ്ങനെ 80 ജാനുവരിയിൽ ഞാൻ ഓബറോയുടെ വൈസ് പ്രസിഡൻറ്റ് HR ആയിട്ട് ജോയിൻ ചെയ്തു. ഓബറോ ഈസ് എ ഗ്രേറ്റ് ഗ്ലോബൽ. അതൊരു നല്ല ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന്, ഇറ്റ്സ് എ മൾട്ടിനാഷണൽ. സെക്കൻഡ്ലി, വിത്ത് മണി ആൻഡ് വിത്ത് പീപ്പിൾ വെരി ലിബറൽ, ട്രീറ്റ് പീപ്പിൾ വെരി വെൽ ആൻഡ് they give you power and recognition. I was quite well recognized. ആ റെക്കഗ്നിഷൻ്റെ ഒരു ഭാഗമാണ് 16 years later ഈ സൈം ബിൽഡ് ചെയ്യുമ്പോൾ 16 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. ഓഡിറ്റോറിയം ഓബറോയുടെ പേരിൽ ഉണ്ടാക്കണം. ആൻഡ് they agreed to fund it. 16 years later, I live in Bangalore, they live in Delhi. I'm a Malayali, I'm a Christian, they are Sardarjis. But that love and affection they had for me stayed with them. അപ്പോൾ PRS ഓബറോയ് പറഞ്ഞു, ഞങ്ങൾ we will take this in our father's name. So it's an MS Oberoi. Mark you left. Yes, what psychologists will call the positive stamps. പ്രൊഫസർ IIM, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ കാത്തലിക് ഡയറക്ടർ ആയിരുന്നു. അതൊരു വളരെ കൊവറ്റഡ് പൊസിഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയം ഒരു വളരെ പ്രയാസമുള്ള സമയമായിരുന്നു IIM-ൽ എന്ന് കേട്ടിട്ടുണ്ട്. പ്രൊഫസറിന് എങ്ങനെ ശക്തി കിട്ടി അതെല്ലാം നാവിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മളോടൊന്ന് പറയാമോ? I said, I have a book, Institution Building in India. In that I have a chapter says accidents. My life മുഴുവൻ ആക്സിഡൻസാണ്. ഓബറോയിൽ പോകുന്നു, അല്ല IIM പോകുന്നു, ആക്സിഡൻറ്റാണ്. ആദ്യം എന്നെ വിളിക്കുന്നത് IIM ലക്നൌവിന് വേണ്ടിയാണ്. IIM ലക്നൌവിന് ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പം എൻ്റെ ടേൺ വന്നപ്പോൾ എന്നോട് ചെയർപേഴ്സൺ, അതൊരു ലേഡിയാണ്, സെക്രട്ടറി സരള ഗ്രീവാൾ, ഫേമസ്
ഒരു സർദാർജിനിയാണ്. അവരോട് ചോദിച്ചു, യാ so you would like to come to Lucknow? I said, no. Then she asked me, then why did you come? I said, you invited me, you asked me to come and meet you, and so I courtesy demand, so I came to say, thank you, madam. എനിക്ക് ലക്നൗവിൽ ഇൻട്രസ്റ്റ് ഇല്ല, ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഐ എം ഇൻട്രസ്റ്റഡ്. സോ ദെൻ ഷീ സെഡ്, ശരിയാണോ? ഐ സെഡ്, ശരിയാ, ലക്നൗവിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഡൽഹിയിലല്ലേ, ഡൽഹിയിൽ നിന്ന് അങ്ങനെ ആരാ ലക്നൗവിൽ പോകുന്നത്? സോ ഞാൻ തിരിച്ചു പോയി. ബാംഗ്ലൂർ ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ അവരെന്നെ വിളിച്ചു, along with others, and she was still the chairperson and very very distinguished panel. അതൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ I had a signal that I must wait. ഞാൻ വെയിറ്റ് ചെയ്തു. പറഞ്ഞു, you are selected. Again, something not, I really did not plan or ഈ അവിടെ ചേരണമെന്ന് വിചാരിച്ചൊന്നും, എല്ലാം ആക്സിഡൻ്റലി ഹാപ്പൻഡ്. അത് കഴിഞ്ഞ് പിന്നെ ഐ ലുക്ക്ഡ് അറൗണ്ട് അറിയില്ല. അന്ന് 4 IIM ഉള്ളൂ. അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നൗ, 4 ഉള്ളൂ. 21 ഇല്ല, 21 ഇപ്പോഴാണ്. അന്ന് 4 ഉള്ളൂ. അന്ന് 4 എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ജുവൽസാണ്. When I looked around, I suddenly realized I am the first Catholic to become the director of an IIM or IIT. I said, God. And something which really came my way. And I began to think, ആ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു. The first day I did was to thank her. And I remembered my mother's prayers. SP കോളേജിന് മുമ്പ് എന്നുള്ള, എൻ്റെ മകൻ ഇവിടെ പഠിച്ച് നന്നായി വരണം എന്നുള്ള ആ നന്നാകണം എന്നുള്ള ആ പ്രാർത്ഥന. ആൻഡ് ഐ റിമെമ്പർ ദ ഇൻറ്റൻസിറ്റി വിത്ത് ഷി പ്രേയ്ഡ്. അത് ആണ് എന്നെ അവിടെ കൊണ്ടാക്കിയെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവിടെ വരികയിലായിരുന്നു if I knew how bad IIM was at that time. Because Oberoi was a great job. We travel all over, to Singapore, to Australia, to South Arabia, to America, to Switzerland. It's സാധാരണ പതിവാ. And you live like a lord. Great style. I had no reason to leave. But IIM is IIM. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്, God, it was going through such a bad patch of labor relations, union relations. I said, God Almighty, if I knew, I would never come. But I cannot run away now. It was so terribly bad, I cannot even describe. I'm not going into, because എന്നോട് chairman was a great guy, Rabid Hussain. Also is a very open, very different kind. So he said, your job is to correct this place and put it back on the rails. It's a tough job. And in 6 months after, it was going through very bad patch for years, almost from the beginning, 73 onwards, state trouble. ഞാൻ 85 വരുന്നത്. In no time I realized, God, this cannot be IIM. It was worse than a government arts college. But I decided God has put me here and gave me a job, and I must do it. And that was the time this accident also happens, Maria going. And that's God Almighty. My South Indian trip, I have always worked in North India, Jamshedpur, Ranchi, Delhi. Never worked in South India. So I said my South Indian foray turned out to be a disaster. I was totally broken. I don't think psychologically I was crushed. After Maria's death, we'll come to that again. I went home, to my village home.
എനിക്കൊരു മുറിയുണ്ടായിരുന്നു വീട്ടിൽ. I just locked up inside. My brothers and sisters were all there. I spent almost 2 weeks reflecting, praying. God, I never faced failure. It seems that things are falling apart. What should I do? അപ്പോൾ മാതാവ് അടുത്ത. And in between I'll walk down to Madhav and stand there and pray as I used to pray. Almost 12 days later, almost like a voice tell me, no, go back and fight. You have never failed anywhere, you cannot fail. And then my wife went to a convent for a few days to recoup, because she was more broken than I was. We came back together, back to Bangalore. The union stopped their agitation for a few days in respect of what I suffered. And I brought it back. 4 years I took to straighten it, and detailed stories are not interesting. But there was an image that was going around. There is problem with another IIT and IIM. That IIT chairman was this great guy called Rusi Modi. And IIM, Government of India was interestingly watching how we handle it. And both he and I brought it back to where it should be, and put it on the rails. Inna IIM Bangalore is the number one in the country. And many of them, yesterday ഒരു വെബിനാർ ഉണ്ടായിരുന്നു ഇവിടെ, നാഷണൽ വെബിനാർ. എന്നെ ഒരു ഫെലിസിറ്റേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ എൻ്റെ സക്സസർ ഒരു വെരി വെരി വെൽ നോൺ മാൻ M.R. റാവു. M.R. റാവു ഇന്നലെ വെബിനാർ പ്രസംഗിച്ച് പറഞ്ഞു, ഇദ്ദേഹമാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പുള്ളിക്ക് കൊടുത്തിട്ടില്ല. ബട്ട് ഹി വാസ് the base for IIM Bangalore to come to number 1 position. Anyway, അവിടെ ഞാൻ തിരിച്ച് മരിയയുടെ മരണം കഴിഞ്ഞ് തിരിച്ചു വന്നതും with renewed vigor and renewed determination, മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. സമയം മൂലം നമ്മൾ ഇതിവിടെ നിർത്തിയാണ്. താങ്ക് യു ഫോർ ടോക്കിംഗ് ടു us so wholeheartedly. Thank you.